ഹലോ ഗൈസ്, വെൽക്കം ടു ജംലാസ് ലൈഫ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു 3-way സ്പീക്കർ സിസ്റ്റത്തിന് വേണ്ടിയുള്ള ഒരു സബ് വൂഫർ അഥവാ ഒരു സിൽക്ക് ഡോം ട്യൂട്ടറിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതുകൂടാതെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിഡ് റേഞ്ച് സ്പീക്കർ, അതായത് സീറ്റിൻ്റെ ഒരു മിഡ് റേഞ്ച് സ്പീക്കറിനാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സീറ്റിൻ്റെ ഹൈ ക്വാളിറ്റി 840 വാട്ട് സ്പീക്കർ പ്ലസ് നമ്മുടെ നേരത്തെ വീഡിയോയിൽ കണ്ട MCM ഓഡിയോസിൻ്റെ 8 ഇഞ്ച് 140 വാട്ട് മാക്സിമം 70 വാട്ട് RMS ഉള്ള ഒരു സബ് വൂഫർ ആൻഡ് MCM ഓഡിയോസിൻ്റെ തന്നെ സിൽക്ക് ഡോം ട്യൂട്ടർ. ഇതിൻ്റെ വാട്ട്സ് എത്രയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അപ്പം നമ്മുടെ 3-way സ്പീക്കർ ബോക്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ബോക്സിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോൾഡറിങ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ ക്രോസ് ഓവർ നമ്മൾ കണക്ട് ചെയ്യണം. ഇതിൻ്റെ ക്രോസ് ഓവർ എന്ന് വെച്ചാൽ ഞാൻ ഓൺലൈൻ വാങ്ങിച്ച ഒരു ക്രോസ് ഓവർ തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ക്രോസ് ഓവറാണ് ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ആക്ച്വലി പോസിറ്റീവ് നെഗറ്റീവ് ഫോർ ട്യൂട്ടർ മിഡ് ബാസ് എല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ പോലെ, അതായത് നമ്മൾ വയർ ജസ്റ്റ് ടൈറ്റ് ചെയ്യുക. അതുപോലെ ഇന്ന് സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട്. ഇതിന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ക്രോസ് ഓവറാണ്. കൂടാതെ ഇത് കുറേ ആൾക്കാർ നല്ല റിവ്യൂ ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചത്. ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് 8 ohm ഈച്ച് ചാനൽ, ഓരോ ചാനലിനും 8 ohm സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്രോസ് ഓവറാണ്. മാക്സിമം 200 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഒരു സ്പീക്കർ കോമ്പിനേഷൻ ഏകദേശം തന്നെ ഒരു 140 പ്ലസ് 40 പ്ലസ് ഏകദേശം ഒരു 30 വാട്ട്സ് ആണ് ട്യൂട്ടറിൻ്റെ ഓർമ്മയിൽ. ഏകദേശം ഒരു 200 റേഞ്ച്, ഓൾമോസ്റ്റ് 200 റേഞ്ചിലാണ് വന്നത്. എക്സാക്ട്ലി ഒരു 140 വാട്ട് മാക്സിമം തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് ഈ സ്പീക്കറിന്. അതുപോലെ സീറ്റിൻ്റെ ഏകദേശം 40 വാട്ട്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത്. ഞാൻ ചെയ്തേക്കുന്ന ഒരു ആമ്പ് എന്ന് പറഞ്ഞ ഒരു 150 to 200 വാട്ട്സ് വരെ RMS ഔട്ട്പുട്ട് തരുന്ന ഒരു പവർ ആമ്പാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹെവി ആയിട്ടുള്ള സ്പീക്കർ, അതായത് ഇത്രയും വാട്ട്സ് കൂടിയ സ്പീക്കറും ഇത്രയും ഹൈ ക്വാളിറ്റി സ്പീക്കേഴ്സും ഉപയോഗിച്ച് 3-way ക്രോസ് ഓവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങളോടൊരു അഡ്വൈസ് ചെയ്ത് തരാനുള്ളതെന്ന് ആക്ച്വലി ഞാനിതിൻ്റെ ബോക്സ് ഓൺലൈനാണ് പർച്ചേസ് ചെയ്തത്. പക്ഷേ അതിന് ശേഷം എനിക്ക് ഇതിനകത്ത് കുറേ പണിയേണ്ടി വന്നു. ആക്ച്വലി ഇതൊരു 8 ഒരു 5 ഒരു 4 അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച ആക്ച്വലി ഇതിൻ്റെ മിഡ് റേഞ്ചിൻ്റെ ആക്ച്വലി നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാവും സൈസ് കൂട്ടാൻ. അത് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ബോക്സ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. NRS ഓഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെ 3-way സ്പീക്കർ ബോക്സ് ആയിരുന്നു. പക്ഷേ ഇത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു അബദ്ധം പറ്റിയത്. ആക്ച്വലി ഇതിൻ്റെ സീറ്റിൻ്റെ സ്പീക്കർ ഇതിന് കറക്റ്റായിട്ട് സ്യൂട്ടാകുന്നുണ്ടായില്ല. അപ്പോൾ എനിക്കിതിന് എക്സ്ട്രാ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ അഡീഷണൽ ഒരു ബോക്സിൻ്റെ മുകളിലോട്ട് എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ ബോക്സ് ഞാൻ അഡീഷണൽ ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിലോട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ എനിക്ക് അഡീഷണൽ കുറച്ച് കോസ്റ്റ് വന്നു. കൂടാതെ തന്നെ ഇതിൻ്റെ വയറിങ് പാർട്സൊക്കെ ചെയ്തപ്പോഴത്തേന് എന്താണ് പറ്റിയെന്ന് വെച്ചാൽ, നമ്മളിപ്പം റെഡിമെയ്ഡ് മേടിക്കുന്ന ബോക്സിൻ്റെയൊക്കെ കറക്റ്റ് സ്യൂട്ടാകത്തില്ല. അതിൻ്റെ വയർ വലിക്കാനുള്ള ഹോൾസൊക്കെ കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ എനിക്ക് അഡീഷണലി കുറച്ച് അതിൻ്റെ അകത്ത് മെനക്കെടേണ്ടതായിരുന്നു. അതിൻ്റെ എക്സ്ട്രാ ഹോൾ ഇടേണ്ട വന്നു. അതുപോലെ ഈ ഒരു സ്പീക്കർ കണക്ട് ചെയ്യുന്നതിനും സീറ്റിൻ്റെ സ്പീക്കർ കണക്ട് ചെയ്യുന്നതിന് എക്സ്ട്രാ ഒരു ഹോൾ ഇൻസൈഡ് എനിക്ക് ഇടേണ്ട വന്നു. അപ്പോൾ എൻ്റെ ഒരു ആക്ച്വലി ഒരു വലിയ കാര്യമായിട്ട് ടൂൾസൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ്, സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഇത്രയും വർക്ക് ഞാൻ ചെയ്തത്. അതായത് ഹോളടക്കം ഞാൻ ഇത് വെച്ചാണ് ചെയ്തത്. കുറേ സമയം എടുത്തത് കംപ്ലീറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ റെഡിമെയ്ഡായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആരെ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ ബനാന സോക്കറ്റ്, അതായത് മെയിൽ ആൻഡ് ഫീമെയിലൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ റെഡിമെയ്ഡായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സോക്കറ്റിൻ്റെ സൈസ് അനുസരിച്ച് ഹോൾ ഇടുകയൊക്കെ ചെയ്യാം. ആക്ച്വലി ഈ ഹോള് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പ്രോപ്പറായിട്ട് ഈ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഈ മെഷീൻ വെച്ച് നല്ല രീതിയിൽ കട്ടൊക്കെ ചെയ്തത് എന്നുവെച്ചാൽ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചെറിയ കോഡുണ്ട്. ആക്ച്വലി ഡസ്റ്റ് അടിച്ചിട്ട് നല്ല കോഡായിട്ടിരിക്കുകയാണ്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സോൾഡറിങ് പാർട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്രോസ് ഓവർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. കൂടാതെ ഇത് എൽപോർട്ടഡ് സ്പീക്കർ ബോക്സാണ്. ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.